ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീട്ടിലുള്ള 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാക്കും ഈ കുക്കീസ് ഉണ്ടാക്കാൻ. ഓവണില്ലാതെയാണ് ഈ കുക്കീസ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കഴിക്കാൻ തോന്നുന്ന അത്ര ടേസ്റ്റ് ആട്ടോ ഈ കുക്കീസിന്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം, മറക്കല്ലേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായി ഞാൻ എടുത്തേക്കുന്നത് 2 കപ്പ് ചിരകിയ തേങ്ങയാണ്. ഇതിന് പകരം ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെങ്കിലും എടുക്കാം. ഇതിനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലുള്ള വെള്ളമെല്ലാം വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് വരണം. ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. ഇതിപ്പോൾ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. 240 ml മെഷർമെൻറ്റ് കപ്പിലാണ് എല്ലാം ഞാൻ മെഷർ ചെയ്തേക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 4 ഏലക്കയും കൂടി ഇട്ട് പൊടിച്ച പഞ്ചസാര പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഏകദേശം ഒരു 3/4 കപ്പോളം വരും. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. 3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതിയാകും. ഇതിന് അധികം ഒഴിച്ച് കൊടുക്കരുത്, മാവ് നന്നായി കുഴഞ്ഞു പോകും. ഈ ഒരു പരുവാണ് മാവിന് വേണ്ടത്. ഇത് കയ്യിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തേച്ചതിന് ശേഷം ചെറിയ ബോൾസായിട്ട് നമുക്ക് എടുക്കാം. ഇതിന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയുടെ പകുതി കൂടി വെച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ കുക്കീസും ചെയ്യാം. നമുക്ക് ചെറിയ ഉരുളയാക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഒരു ചെറിയുടെ പകുതി കൂടി വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് നല്ല ചൂടായ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇത് പൊരിച്ചെടുക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് ഓരോന്നിട്ട് കൊടുക്കാം. എണ്ണയിൽ പൊരിക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാക്കും. നല്ല ക്രിസ്പി ആയിട്ടുള്ള കുക്കീസ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. വീട്ടിലുള്ള കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഈ ബിസ്ക്കറ്റ് ഒരുപാട് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇത് കോരി മാറ്റുമ്പോഴേക്കും കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഹാർഡായിട്ട് വരും. അപ്പം അടിപൊളി ടേസ്റ്റുള്ളൊരു കുക്കീസാണ്. തീർച്ചയായും എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ വിലയേറിയ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം. മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. കൂടാതെ നിങ്ങൾക്ക് അറിയാവുന്നവർക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.